അനുഗ്രഹാശംസകളോടുകൂടി പൗർണമി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് അവതരിപ്പിക്കുന്നു കഥ പറയാം കാതോർത്തിരി. നമസ്കാരം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എങ്കിലും പറയാം. എൻ്റെ പേര് ഗിരിജ. ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തെക്കുറിച്ച് 2 വാക്ക്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുന്ന മക്കളിൽ പലരും സാഹചര്യത്തിനനുസരിച്ച് വഴിതെറ്റുന്നത് ഇന്നത്തെ ഒരു പതിവ് കാഴ്ചയാണ്. ഈ പ്രവണതയെ ആധാരമാക്കി പ്രശസ്ത നാടകകൃത്തും കവിയും അതിലുപരി ജ്യോതിഷ പണ്ഡിതനുമായ ശ്രീ വിജയൻ ബാലാഴിയുടെ കാതോർത്തിരിക്കൂ എന്ന നാടകമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഈ നാടകത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനും ആർട്ടിസ്റ്റുമായ ശ്രീ ദത്തൻ മാഷാണ്. പിന്നെ മുന്നിലിരിക്കുന്ന കൊച്ചുകൂട്ടുകാർ നിങ്ങളിവിടെ നിൽക്കണം. നമുക്ക് ലഹരിക്ക് വിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രതിജ്ഞയെടുക്കാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. കുരുന്നിനെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിരിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ. അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. പഠിച്ചുയെന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നിന്നും. പിറന്ന നാടിനു താങ്ങായി കടലായി വളർന്നിടേണ്ടൊരു തലമുറകൾ കരൾ തകർന്നും കണ്ണു പൊഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിന്നു നമ്മളെടുക്കണമിന്നി പ്രതിജ്ഞ ലഹരികളരുതരുതേ. പ്രതിജ്ഞ ലഹരികളരുതരുതേ. ശിരസുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. പഴയതുപോലൊന്നും വയ്യ. മനസ്സെത്തുന്നിടത്ത് കണ്ണെത്തുന്നില്ല. കണ്ണെത്തുന്നിടത്ത് കാലെത്തുന്നില്ല. കാലെത്തുന്നിടത്ത് ഈ ഞാനും എത്തുന്നില്ല. പോറ്റിലൂടെ സംസാരിച്ചതിന്റെ സമയം പോയത് അറിഞ്ഞില്ല. വിളക്ക് കെടുത്തേണ്ട നേരം കഴിഞ്ഞില്ലേ. അന്തിക്കിനി കഴിക്കട്ടെ. കൃഷ്ണ
ദീപം ദീപം ദീപം. ഐരളി തമ്പുരാനെ കാത്തോളണേ. എല്ലാം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. 5-8 കൊല്ലം മുമ്പ് ഈ പൂമുഖത്തിരുന്ന് ആജ്ഞാപിക്കാൻ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും താങ്ങും തണലുമാണ് അദ്ദേഹം. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു. എല്ലാം ഓർക്കുമ്പോ വേണ്ട, ഒന്നും ഓർക്കണ്ട. അതാ നല്ലത്, ഒന്നും ഓർക്കണ്ട. രാമ 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 പാഹിമ. രാമകൃഷ്ണ വാസുദേവ മുകുന്ദ രാമ പാഹിമ. ഹരേ രാമ 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 ഹരേ. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പഴയ കാര്യങ്ങൾ തികഞ്ഞു വരുന്നു. അച്ഛനും അമ്മയും കുട്ടികളുടെ അച്ഛനും എല്ലാം എന്നെ വിട്ടുപോയി. ഇന്നിപ്പോ ഈ വയ്യാത്ത കാലത്ത് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്. ദൈവമേ, പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണേ. അങ്ങേതില് ജാനു വന്ന് കൂട്ടുകിടക്കുന്നത് കൊണ്ട് പേടിക്കാതെ കിടന്നുറങ്ങുന്നു. ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാനാ? എന്തെല്ലാമാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത്. കാലം അതല്ലേ. എന്റെ മോള്, എന്റെ ബിന്ദു മോള് ഡോക്ടർ പഠിത്തം കഴിഞ്ഞു വരുന്ന അവളാ എന്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷ. കുട്ടികളുടെ അച്ഛന്റെ മരണവും എന്റെ നന്ദന്റെ ഒളിച്ചോട്ടവും മരണവും വരെ നെഞ്ച് നീറി കഴിയാനാണല്ലോ ദൈവമേ എന്റെ വിധി. ചേച്ചി, സന്ധ്യ നേരത്തെ വിളക്കും കത്തിച്ചു വെച്ച് ഇങ്ങനെ കരയാതെ ഇത് കഷ്ടമുണ്ട് കേട്ടോ. പാവം, നമ്മുടെ ബിന്ദുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ ചേച്ചി ജീവിതം എങ്ങനെയാണ്, എന്താണ് ആർക്കാ എപ്പോഴാ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. എഴുന്നേറ്റ് വാ, ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോയി കിടന്നുറങ്ങാം. അല്ലെങ്കിൽ തന്നെ മരിച്ചയാൾ ഇനി തിരിച്ചു വരുമോ? കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നോട്ടെ. ശരി, ചേച്ചിക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അടച്ചു വെച്ചേക്കാം. ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങുവേ. ശരി. ഭാനുമതിയെ, നീ എന്താ ഇങ്ങനെ കരയുന്നത്? നീ കൊള്ളാമല്ലോടി, ഇത്ര വേഗം നീ എന്നെ മറന്നു. ഞാൻ നിന്റെ അടുത്തു തന്നെ ഉണ്ട്, അടുത്തു തന്നെ. നീ കരയരുത് ഭാനു, അതെനിക്ക് താങ്ങാനാവില്ല. നീ വിഷമിക്കരുത്, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, കൂടെ തന്നെ. ചേച്ചി
ചിലരൊക്കെ കേട്ടു ചേച്ചി. എന്നാലും നമ്മുടെ ബിന്ദുമോള് അവൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? നീ വളച്ചു കെട്ടാതെ കാര്യം പറ ജാനു. ചേച്ചി, മറ്റൊന്നുമല്ല, അവളുടെ പോക്ക് അത്ര ശരിയല്ലെന്നാ എൻ്റെ മോൻ പറഞ്ഞത്. അല്ല, അത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തൊക്കെ വാർത്തകളാ നമ്മൾ ദിവസവും കേൾക്കുന്നത്. മയക്കുമരുന്നിന് അടിമകളായ കുട്ടികൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം പെറ്റമ്മയെ പോലും കഴുത്തറുത്ത് കൊല്ലുന്ന കാലമല്ലേ ഇത്. നീ തെളിച്ചു പറ ജാനു. ചേച്ചി, അത് പിന്നെ ചേച്ചി, സിറ്റിയിൽ വെച്ച് അവൻ നമ്മുടെ ബിന്ദുമോളെ കണ്ടു. നിക്കറും ബനിയനും ഒക്കെ ഇട്ട് ആമ്പിള്ളേരുടെ കറങ്ങി നടക്കണമെന്ന്. കേട്ടപ്പോ എന്റെ തൊയിലെ ഉരിഞ്ഞു പോയി. വീട്ടിൽ വന്ന ആ പച്ചപ്പാവ. അല്ലെങ്കിലും മിണ്ടാ പൂച്ചകളല്ലേ ഇപ്പൊ കല ഉടയ്ക്കണത്. ജാനു, അതെന്റെ മോള് തന്നെയാണോ? ചേച്ചി, ചേച്ചിയുടെ മോള് എന്റെയും മോളാ. നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കിയാലോ? ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കണത്? ഒരുത്തം നാട് വിട്ട് പോയിട്ട് ആളിതുവരെ ഒരു വിവരവും ഇല്ല. ഇനി ഇവളും കൂടി ഇങ്ങനെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു അവളെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളത്. ചേച്ചി വിഷമിക്കേണ്ട. മുളയിലെ ആവുമ്പോ അത് നുള്ളിക്കളയാം. അതുകൊണ്ടല്ലേ അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടി ഇനി വന്ന് പറഞ്ഞത്. അവനായതുകൊണ്ട് മറ്റാരും അറിഞ്ഞില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ചിറ്റാറ്റിങ്കരയിലാ മൊത്തം പാട്ടായനെ. ഓ ചേച്ചി, ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്റെ കറി അടുപ്പത്തിരിക്കണം, അതിപ്പോ കരിഞ്ഞാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാമേ. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് വരിക. മൊബൈൽ വിളിച്ചാൽ മതിയെന്നല്ലോ മാഡം. മൊബൈൽ പറയാൻ പറ്റിയ കാര്യമല്ല. എന്തായാലും പറയണം. അതെ, എൻ്റെ സെക്കൻഡിലുള്ള 3-4 കുട്ടികളുടെ കാര്യമാണ്. ഫസ്റ്റ് റാങ്കിൽ എത്തേണ്ട കുട്ടികളാണ്. അപ്പോൾ പെട്ടെന്ന് റിവ്യൂ അവരല്ലേ. മാഡം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? തെളിച്ച് പറയണം. ആ ബിന്ദുവിൻ്റെയും കുട്ടികളുടെയും കാര്യം തന്നെ. എല്ലാത്തിനും മുന്നിൽ നിന്നുള്ള കുട്ടികളാണ്. ഇപ്പോൾ അവരുടെ ബിഹേവിയറിൽ വലിയ മാറ്റം കാണുന്നു. റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാറില്ല. പിന്നെ അനുവാദമില്ലാതെ അവർ ഹോസ്റ്റലിൽ നിന്ന് വെളിയിൽ പോകുന്നുണ്ടോ സ്റ്റാർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് എൻ്റെ കൂടെ ഡ്യൂട്ടി അല്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഡ്രഗ്സോ? എൻ്റെ ഈശ്വര, ഇവിടുമാർക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്? ഈ വിവരം ഞാൻ പറഞ്ഞതായി ഒരു കാലത്ത് അവരറിയണം. ഇല്ല മാഡം, ഞാൻ പറയില്ല. ശരി, ഞാൻ പോകട്ടെ. ശരി മാഡം, ഞാൻ നോക്കിക്കോളാം. നാടോടുമ്പോ നമ്മൾ നടുവേ ഓടണ്ടേ? ജീവിതം ആ സുഖിക്കാനുള്ളതാ. സുഖിച്ച് തന്നെ തീർക്കണം. ഓ, നിന്റെ ഒരു ബിന്ദു ചേച്ചി, നിന്റെ സ്വാതന്ത്ര്യവും ധൈര്യവും ഒക്കെ ഞാൻ കണ്ടതാ. മാറ്റം വന്നൊന്ന് ചൂടായപ്പോൾ ചെവളാ തീരമാലോ. ഓടെ എനിക്കും അവരെയാ പേടി. അച്ഛൻ വരുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞ ആകെ കുഴപ്പമാകും. എനിക്ക് പിന്നെ ആ പ്രശ്നമേ ഇല്ല. ഗ്രാൻഡ്പേരന്റെ കാര്യം അയാൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാം. മമ്മിയും ഡാഡിയും ഒക്കെ മോഡേൺ, അവർക്കിരുന്നൊരു പ്രശ്നമേ അല്ല. ബിന്ദു ചേച്ചി, ബാഗിൽ മറ്റവനുണ്ടോ? ഒന്ന് ഉഷാറാക്കാനായിരുന്നു. എന്റെ സ്റ്റോക്ക് തീർന്നു. ഇന്നലെ ശുക്കൂറിനെ കണ്ടില്ല. സാധനമുണ്ട്. ആ മാറ്റിന് നമ്മൾ നല്ല സംശയമുണ്ട്. എന്താടി എന്നെ കണ്ടപ്പോൾ നീ ഒരു പണി ഒന്നും വേണ്ട വേണം. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുമായിരുന്നു. അതേ മാഡം, നിങ്ങളെ പറ്റിയുള്ള കംപ്ലൈൻസ് ദിനം പ്രതി കൂടി വരികയാണ്. ക്ലാസ് കട്ട് ചെയ്യുക, ബോയ്സിനൊപ്പം ചുറ്റിക്കറങ്ങുക, ലഹരി ഉപയോഗിക്കുക, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എനിക്കറിയാം. വേണ്ടേ?
ആണേപ്പറ്റി നിനക്ക് എന്തിനും പഠിക്കാൻ പറ്റിയിരിക്കുന്നത് അത് ഓർമ്മ വേണം. എന്റെ മക്കളെ പോലെ കരുതി പറയുക. ദൈവത്തെ ഓർത്ത് ധർമ്മസംഘത്തിലാണ് ഓക്കെ എല്ലാം. ബാഗ് അറിഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വിമൻസ് കോളേജിലെ കസ്റ്റമേഴ്സിന്റെ മുഴുവൻ കാരണം ഇതുണ്ടായിരുന്നു. പിടിക്കപ്പെട്ടെങ്കിൽ നമ്മളെല്ലാവരും അകത്താണ്. എന്റെ ഈ മാസത്തെ പോക്കറ്റ് മണി തീർന്നിരിക്കുക. ഇനിയും കിടക്കുന്നു 10-15 ദിവസം. ഈ സുഖിയൻ ചോക്ലേറ്റിൽ അതുപോലെ സുഖവും ഇല്ല. ഇതങ്ങോട്ട് ചെന്നാൽ നമ്മൾ സ്വർഗത്തിലല്ലേ കിട്ടാ. നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കാൻ നിന്നാണ്. ഇപ്പൊ അവർക്ക് അതില്ലാതെ പറ്റില്ലെന്നാണ്. എനിക്ക് പേടിയാകുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു വള പണയം വെച്ചാ ഈ മാസത്തേക്കുള്ള കാശ് ഒപ്പിച്ചത്. ഇതെങ്ങാനും എന്റെ വീട്ടിൽ അമ്മ എന്നെ തേച്ചു. പേടിയുള്ളവരൊക്കെ ഇത് എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നത്? കാലം മാറിയത് വരുന്നു അറിഞ്ഞില്ലേ? ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നമുക്ക് തന്നുകൂടാ? ഇല വന്ന് മുള്ളി വീണാൽ മുള്ള വന്ന് വീണാൽ കേടരയ്ക്കാം. അത് ഓർമ്മ വേണം. ഓ, അവരുടെ ഒരു തത്വശാസ്ത്രം അതൊക്കെ പണ്ടാടി. ഇന്ന് മുള്ളിനാ കേട്. നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, ആണുങ്ങൾ അഴിയുണ്ട്. ഇത്തിരി തൊലിക്കട്ടി മാത്രം മതി കാശുണ്ടാക്കാൻ. അതാ ഇപ്പോഴത്തെ സ്ത്രീ സുരക്ഷാ നിയമം. അതും ഇതും പറഞ്ഞ് തർക്കിക്കാതെ ബിന്ദു ചേച്ചി സാറിനെടുക്ക്. ബിന്ദു ചേച്ചിയാ ഞങ്ങളെ ഗോഡം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എല്ലാത്തിനും കണക്ക് വേണം. കാശ് വരുന്നതനുസരിച്ച് ബിന്ദുവിന് തന്നു തീർക്കണം. ഇല്ലെങ്കിൽ ബിന്ദുവിന്റെ തനി രൂപം നിങ്ങൾ കാണും. അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. ചേച്ചി സാധനം എടുക്ക്. ലോകം നമ്മളവിടെ മുട്ടുകുത്തട്ടെ, നമുക്ക് പറന്നു വരാം. അതൊക്കെ ശരിയാണ്. നമ്മൾ ഇന്നും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? സുഖിച്ച് ജീവിക്കാനുള്ള കാശ് കൈ നിറയെ വേണം. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റും. ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെച്ചാൽ എന്ത് ചെയ്യാനാ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, അന്ന് ഷുക്കൂർ പറഞ്ഞത് എന്ത് മറന്നു? അത് തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. കൊച്ചുകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കെല്ലാം മനസ്സിലാക്കി തരാം. ഇന്നിപ്പോ കുട്ടികൾക്കൊക്കെ വലിയ ഡിമാൻഡാണ്. അവരുടെ എല്ലാ അവയവങ്ങൾക്കും നല്ല മാർക്കറ്റാണ്. നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ സംഘടിപ്പിച്ചാൽ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരും. അയ്യോ, അതൊക്കെ കുഴപ്പം പിടിച്ച പണിയല്ലേ? ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കണം. പാളിപ്പോയാൽ എല്ലാവരും അകത്താണ്. നമ്മുടെ ഹോസ്റ്റലിൽ പാല് കൊണ്ടുവരുന്ന ചിഞ്ചുമോൾ, ആ കുട്ടിയാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ വിളിച്ചാൽ അവൾ വരികയും ചെയ്യും. അവളെ നമ്മൾ എങ്ങനെയെങ്കിലും ഷുക്കൂറിന്റെ കയ്യിൽ എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ? ഓക്കേ. ഈശ്വര, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ആ ഹോസ്റ്റലുകാരന് പറഞ്ഞത് നീ കേട്ടില്ലേ ജാനു? ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം ബിന്ദുവിനോടൊന്നും പറയണ്ട. എന്നാലും എൻ്റെ മോന് അവൻ അങ്ങനെ ആള് മാറുമോ? നിന്റെ മോൻ ആള് മാറിയതാവും ജാനു. ഈ വർഷം കൂടെ തന്നല്ലേ. പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിന്നെ അവളായി, അവളെ പാടായി. എന്നാലും ഇതുവരെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടേ പോണോളൂ. അത് മതി, നമുക്ക് ബിന്ദുവിനെ കൂടെ കണ്ടിട്ട് തന്നെ പോവാം. അല്ല, അവള് കുട്ടിയെ കൊണ്ടുവരാൻ നേരം പറയാലോ. നീ എന്തെങ്കിലും കുഴപ്പം? ഏയ്, അവളും മിടുക്കിയ. ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തി. എനിക്ക് ചേച്ചിയെ സംശയമുണ്ട്. ചേച്ചി കുട്ടിയെ കൊണ്ട് നേരെ അയാൾക്ക് പോയി കാശ് വാങ്ങി മുങ്ങിയാലോ? ഇപ്പൊ തന്നെ സമയം 4. അയാൾ 5 മണിക്ക് വരുന്നല്ലേ പറഞ്ഞത്. ഇതിലെന്തോ കള്ളക്കളിയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിർത്ത് നിർത്ത്. അവളെല്ലാം കൃത്യമായി വരുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ആരെയും ഭയക്കണ്ട. മോളെ അതൊക്കെ നോക്കിയേ. മോളെ ഇങ്ങ് വാ, ചേച്ചി അടുത്തേക്ക് വാ. മോളെ മോക്ക് മുട്ടായി ഉറച്ചൊക്കെ വാങ്ങി തരാം കേട്ടോ. എനിക്ക് മുട്ടായി ഉറച്ചൊന്നും വേണ്ട. എന്നെ വിട്ടടിക്ക്. മോളെ ഇപ്പൊ വിടാലോ. ഈ അച്ഛന്റെ കടയിൽ പാല് വാങ്ങിക്കുന്നതാ. എന്നെ വിട്ടടിക്ക്. മോളെ കാർ വന്നു. ഷുക്കൂറുള്ള കാരണമായിരുന്നു.
കഥ തീർന്നു പമ്പരം കണക്കിന് കിരിഞ്ഞു കിരിഞ്ഞ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങിയ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങിയ പമ്പര കണക്കിന് കിരിഞ്ഞു കിരിഞ്ഞ പമ്പര കണക്കിന് കറങ്ങി കറങ്ങിയ അതാ അവർ വരുന്നുണ്ട്. എല്ലാം ഓക്കെ. അതാണ് ബാഗിലുണ്ട്. എനിക്ക് ഇത് വീതിക്കാം, സമമായി വീതിക്കണം. ഇവിടെ സേഫല്ല. നിങ്ങൾ ഇവിടെ ഇരിക്ക്. നീ സത്യമാണോ ഞാൻ കാണട്ടെ? ഞങ്ങൾ കാര്യം ഓഹോ, അപ്പൊ എല്ലാം കരുതി കുട്ടിയാണല്ലേ. എന്നാലേ കാശ് തരാൻ ഇന്ന് തയ്യാറല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാണട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് വെളിയിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. സോറി. ഉപദ്രവിക്കുകയായിരുന്നു ഇയാളെ. ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നല്ല സംശയമുണ്ട്. പണത്തിന്റെ മുമ്പ് കാണിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അധികാരം കൊടുത്ത് ഇവിടേക്ക് കോളേജ് അയക്കുന്നു. ഇതൊക്കെ കാട്ടിക്കൊണ്ടൊന്നും വീട്ടുകാർ അറിയുന്നുണ്ടോ? ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യും. ഹലോ, പതിനൊന്ന് നമുക്ക് മിസ്സായിരുന്നോ? കിട്ടിയോ? ഓ ഗോഡ്. സുഖം അവസ്ഥ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം തകർന്നു. വരും തലമുറയ്ക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ജീവിതാനന്ദം രുചിച്ചിടാൻ വേണമാലഹരി എന്നാരോ പറഞ്ഞു. മത്തിൻ മണത്തെ മരുന്നെന്നു പേരിട്ടു മണ്ടന്മാരാളെ ചതിച്ചു. മരുന്നല്ല മാരണമാണതു മത്തിനെ മായ്ക്കുവാൻ കെൽപ്പുള്ള സൂത്രം. മൃതതുല്യമായി വെള്ളി ജഡമായി മാറ്റുമാലഹരിയൊരു വിന തന്നി സത്യം. മൃതതുല്യമായി വെള്ളി ജഡമായി മാറ്റുമാലഹരിയൊരു വിന തന്നി സത്യം. ലഹരിയൊരു വിന തന്നി സത്യം. ലഹരിയൊരു വിന തന്നി സത്യം.
അതെ കച്ചവടത്തിന് മുടി വയ്ക്കണേ. അപ്പേ എന്താണ് ഗ്ലാസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ കഴിവെന്ന് പ്രത്യേകിച്ച് പറയണോ? ഇവിടെ മൊത്തം പണിയേ ഉള്ളൂ. ഇവിടെ മാന്യന്മാര് ഭക്ഷണം കഴിക്കാൻ ഇവിടെ സ്ഥലമാണ്. എനിക്കൊരു മനുഷ്യനോട് നിന്നൂടെ? ആകാശത്തെ പളവും തിളയ്ക്കാറില്ല, കൊയ്യാറില്ല. അതുപോലെ നമ്മൾക്ക് കുളിക്കാറില്ല, നനയ്ക്കാറില്ല. അച്ഛായ അങ്ങനെ പറയരുത്. നമ്മുടെ സർക്കാരിന്റെ പരസ്യം അച്ഛൻ അറിയാം. ജലം അമൂല്യമാണ്, പാഴാക്കരുത്. ഒരുപാട് കോളുകൾ നേരം കോളുകൾ തന്നെ പേടിക്കുമല്ലോ. നീയായിരുന്നു നിന്നോട് വിളിച്ചിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ ആ ഫോൺ അച്ഛൻ എടുത്ത് കൂട്ടി വെച്ച്. ഇത് എന്തെങ്കിലും വിശേഷം? ഇന്നത്തെ പോലെ ഇന്ന് മൊത്തം വെള്ളം തന്നെ. അറിഞ്ഞത്തെ പേരുണ്ട് ഗംഗാന്ന്. ഗംഗയില് വെള്ളത്തിന് പഞ്ഞില്ല, നിറഞ്ഞങ്ങ് ഒഴുകുവല്ലേ. പിണങ്ങനെ എടുക്കട്ടെ, ചേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. ഇപ്പൊ കൊണ്ടുവന്ന വെള്ളച്ചായ തുറന്നു നോക്ക് എന്നെ സ്നേഹസമ്മാനം. അതാ പപ്പൂരി കഴിക്കാനുള്ളതാണ്. എന്താ പരിപ്പോടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പുഷ്കമേലെ
മുപ്പത്താറ് വിളിച്ച് 35 പോകും. പറഞ്ഞു തന്നാ അല്ലെങ്കിൽ ഇവിടെ കുടുംബാലെ കൊണ്ടേ പതിവാണ് നോക്കി. നീ അറിയാമോ എന്നാ അച്ചായ? നീ ആ 10 രൂപ അടങ്ങി പുസ്തകം അതാ പത്രം. എനിക്കല്ല പുസ്തകം അല്ല അച്ചായ, നിങ്ങൾ ചന്തയൊക്കെ പോകുന്നില്ലേ? ആ പോയി കഴിഞ്ഞു അതെ, പോകുമ്പോ മാമോലൊക്കെ മറക്കല്ലേ? ഇന്നലെ കുടിച്ചോ ഇന്നലെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ കുളിച്ചായിരുന്നു. എന്റെ കർത്താവേ കാണുമ്പോൾ നോക്കണ്ട നമ്മളൊക്കെ ടീമിൽ വാങ്ങിച്ചോണ്ട് അതെ, 100 നെല്ലിപ്പള്ളി ഓടി കൊടുത്താൽ നമ്മുടെ കുടുംബത്തിന്റെ ബിരുദാണ്. എന്റെ കർത്താവേ ഞാനൊക്കെ മറന്നല്ലോ അച്ചായ മറന്നു. ഇപ്പൊ അതൊന്നുമല്ലല്ലോ ഓർമ്മ. കുട്ടി അന്നച്ചാ നെയ്യൊക്കെ ഉണ്ടാക്കാൻ നെയ്യിലല്ലേ അതിന് 37 പാങ്ങല വരുന്നേ. എന്റെ പപ്പുവേ അപ്പം നിന്നാ പോയ മോനെ കുടിയാണോ അപ്പൊ ഒരാളുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ചാ അതിനെ കാണുന്നു മോനെ എന്നിട്ട് ഞാൻ ചായ എടുത്താ പുസ്തകം കൊടുക്കും നിങ്ങൾക്ക് പപ്പ ഓർഡർ ചെയ്യും ഒരു ചായ ആ നീ ഒന്നോ കുഴപ്പമില്ല. ഇപ്പൊ അടിക്കും. അയ്യോ എന്റെ 50 രൂപ പോലെ പോടെ അല്ല ചായ ഈ ഇപ്പോഴത്തെ പണ്ടമുള്ള വീടുകളാണ് ഓ ഓ ഓ കറക്കാൻ പറ്റും ലാസ്റ്റ് ഇവന്റെ കാശ് വെച്ച് അവിടെ പോകും ലാസ്റ്റ് ഈ വീട്ടിൽ കഴിച്ചാൽ പറ്റുമോ ഇതെന്ത് ന്യായം നോക്കുമ്പോ രണ്ടുപേരും തെറ്റിയല്ല പക്ഷെ അകത്ത് പോകുന്നത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാരി മാത്രം ഞാൻ കിട്ടുന്നില്ലടാ ജോലിയല്ലേ ഹലോ അതെ ഞാൻ പറഞ്ഞ ജോലി കുറെ കിട്ടാനായിട്ടാ കാണിക്കാക്കി അവിടെ പറഞ്ഞോണ്ട് ഇറങ്ങാനായിട്ട് കുറെ കിട്ടി. കഴിഞ്ഞ ദിവസം നിന്നാരോട് തല്ലിന്നൊക്കെ കേട്ടായിരുന്നു അതെന്നെ വിളിക്കുന്നല്ലേ അതൊരു പെണ്ണാണ്ട് ബാക്കിയാണ് പെണ്ണെന്നപ്പോ പെണ്ണില്ല അവളാണെങ്കിൽ കണ്ട ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ബംഗാളിയെല്ലാം ഓടിപ്പോയി അച്ചായ ഫോണിലൊക്കെ ഒരു ആപ്പുണ്ട് അച്ചായ ഫേസ്ബുക്ക് വാട്സപ്പ് നമ്മളുടെ പിന്നെ അതിനകത്താണ് കല്യാണത്തൊക്കെ ഈ തവണ കാര്യത്തില്ല ഇങ്ങനെ വരും പഠിച്ചോളൂ ഈ നോട്ടിലുള്ള വാട്സപ്പ് കൊടുത്തില്ല ഇല്ല അത് എന്നെ ഉദ്ദേശിച്ച് വെച്ചാൽ മനസ്സിലായല്ലോ എനിക്ക് അത് മതി എന്റെ കർത്താവേ കിട്ടുമ്പോ തന്നെ അതായിരിക്കും എപ്പോഴാണ് കിട്ടിയാ ഉൾത്തുളയ്ക്ക് കൊള്ളയിരുന്ന വള മറിയാമ്മ കുടുംബശ്രീ പരിപാടിയിലോട് പോയിരിക്കുക വള കിട്ടട്ടെ ആ വള ഇന്നത്തെ ഒരു കുട്ടിയല്ലേടാ മനസ്സിലോ ഇവൻ ഉത്സവം തന്നെ
ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. നമ്മൾ പട്ടാളത്തോളം ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്നതാണ് നീയൊക്കെ സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. സംജാ അതൊക്കെ പാടി. ഇപ്പൊ അതിർത്തി തണുപ്പാണ്. ആ തണുപ്പാണോന്നോ തണുത്ത ഐസായി പോകില്ലേ? അവിടെ ഞാൻ ചായ ഐസ്ക്രീം ആണോ കുടിക്കുന്നത്. പക്ഷെ നമ്മൾ പട്ടാളത്തിൽ തന്നൊരു വിഷയനെ അതൊക്കെ പറഞ്ഞപ്പോഴാണ് പണ്ട് ഞാൻ ഇതേപോലെ പട്ടാളത്തിനെ പോയത്. പിന്നെന്താ ഒരു ക്യാമ എന്തൊക്കെയോ ഹിന്ദി പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാം പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഇതിന് മനസ്സിലായില്ല. അവിടെ എടുത്താ ബാക്കിയത് ശരിക്കും മനസ്സിലാ. പിന്നെ എന്തിനാ പറഞ്ഞിട്ട് കിട്ടാത്തക്കാരനായി നമുക്കതൊക്കെ മതി. എന്റെ മുന്നായി പത്താമത് ചായ അതിന് പട്ടണം ചായ വെച്ചില്ല. പത്താമത് തന്നെ ഉണ്ടായിരുന്നു. കേട്ടോ ഇന്നത്തെ പരാജയം ഈ കാലത്ത് എവിടെ ഇനി ഇങ്ങനെ വേണ്ട ഞാൻ ചോദിച്ചാലോ പാന്റ് വെച്ചത് നിൽക്കാണ്. എടാ ചുമ്മാ എന്റെ പാന്റ് വേണം കള്ള നാട്ടിലൊക്കെ പോയെന്ന് വെച്ചാലാ അത് കഴിഞ്ഞ് കൂട്ടുകാരത്തൊന്ന് കൂടി പട്ടാളത്തിന് പെണ്ണും പെണ്ണക്കൊഴിവില്ലാത്ത ഇങ്ങനെ കറങ്ങി നടക്കാലോ. നമ്മളെ കാര്യത്തിൽ തീരുമാനമാക്കേണ്ട കർത്താവ്. പെണ്ണോ? അപ്പൊ നിങ്ങൾ പെണ്ണെടുക്കില്ലേ? അത് പറയണ്ടേ. നമ്മളുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇപ്പൊ 10 കാലം സമയല്ല വായണ്ടേ. അത് ചാനീസ് ചായ 40 നമ്മളെ വെള്ളം നിങ്ങളെ മോനെ മോനെ നോക്കാനുള്ള കല്യാണം കഴിക്കുന്ന എന്നെ പൊന്നു പട്ടാളം നടന്നു പോയില്ല. അത് എവരും അറിയാത്ത കേസാണ്. അതിന്റെ പേര് വേറെ കല്യാണം കഴിക്കാൻ നടക്കുന്നത്. എന്റെ പട്ടാളം രക്ഷപ്പെട്ട് മോട്ടറേ ഹലോ നിങ്ങളെത്തിയാ ഞാൻ കൈ കഴിവാറില്ല. ഇങ്ങനെ കുറച്ചിട്ട് പോണേ എന്ന് ചോദിക്കുന്നതല്ലേ. പറ്റുമ്പോ 3 ആയിട്ടോ അതിന്റെ പൈസ ഇല്ല അതോ പറഞ്ഞില്ലേ കാര്യമില്ലേ. പട്ടാളത്തിൽ കയറി കിടക്കുന്ന വീടുണ്ട്. അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. ഇന്റെ പെണ്ണും കൂടെ ആയിക്കോട്ടെ. അത് നല്ല സമയത്ത് തന്നെ തോന്നിയില്ലല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. കുറച്ച് പ്രായമാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെല്ലാം വരുമ്പം ഇതെല്ലാം കൂടെ ഏതെങ്കിലും അനാഥാലയത്തിൽ എഴുതി കൊടുത്ത് അവിടെയും കൂടാം. എല്ലാവരും പറയുന്ന അതിന്റെ പട്ടാളം ശ്രീധർ ദുബായിക്കാണ് സാധനം. ഇഷ്ടപ്പെട്ടോ? ഞാൻ തരൂല. ഇത് ഉപയോഗിക്കാനേ ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടില്ല. എന്താണാവുന്നല്ലോ. പട്ടാളത്ത് ലൈസൻസ് വേണം. ചേട്ടത്തെ എന്തിനാ ലൈസൻസ്? അയ്യോ ഈ പൊട്ടിയ അത് കാണുന്ന മക്കളെ കൊച്ച ഞാൻ
പെണ്ണെ പാലൊന്നു തായോ പാലത്തിൽ കൂടെ പാലൊന്നു ആയോ എങ്ങനെയുണ്ടല്ലേ പാപ്പ ചേച്ചി തോന്നുന്നു പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ചേച്ചെന്തോ പാലുള്ളതല്ലോ നല്ല കട്ടിപ്പാലാണ്. എന്നിട്ട് ചേച്ചി ഉണ്ടെന്നോട് ഞാൻ കൊണ്ടുവന്നില്ല. പോരെ, കണ്ടോ അച്ഛാ? എപ്പോ വരും? അപ്പോഴേക്കും ഈ പക്കോട്ട് തന്നെ പറയാം. ഇതിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ദൈവത്തിനറിയാം. പേരെന്താ? എനിക്കറിയാം. മുട്ട വേണോ മുട്ടായി വേണോ? ഒരു മുട്ടയ്ക്ക് 10 രൂപ. മുട്ടയുടെ തോടെന്തിനാ? മോശടിക്ക് വെക്കാനോ? അപ്പോഴേ ആ മുട്ടത്തോടെ തന്നെ തോന്നി കൊച്ചിട്ട് കൊണ്ടാ. പണിയൊന്നും ഇല്ല, അവൻ പണിക്ക് പോണാ. എങ്ങനെ കൊടുത്തേ നമുക്ക് പഴമൊരു പറ്റില്ല. അച്ചായ ആ പുഷ്കര അതെ അയാളല്ലേ? ഹലോ മാമ, ആ പുഷ്കര അയാൾ മാമ മാമ കൂട്ടണ്ട അങ്ങോട്ടോ, ഞാൻ അങ്ങോട്ട് പറയാനാ ചെയ്ത് കാണിക്കാനോ? തീരുമാനമായി. അതെ, നീ എന്തെങ്കിലും വേണോ? അതവിടെ കളഞ്ഞാൽ മതി. കയ്യിലുള്ള വെള്ളം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമസ്കാരം മാഷേ. ഇതാരാ? എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല. അയ്യോ, നമ്മുടെ സങ്കരേട്ടനല്ലേ? മാഷിനെ കേട്ട് അറിയും. അറിയുമോന്നോ? ഇദ്ദേഹം എന്റെ നാട്ടുകാരനെ അച്ചായ. ഈ വർഷമാ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. ഇവിടെ ഒരു ലോഡ്ജിലാണ് താമസം. ഭക്ഷണം നമ്മുടെ അച്ചായന്റെ കടയിൽ. മാഷേ, ഞാൻ എത്ര ചോദിച്ചിട്ടും ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. മാഷിന്റെ നാട്ടുകാരും പരിചയക്കാരെന്നല്ലേ പറഞ്ഞത്. മാഷ് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ. എന്താ ശങ്കരേട്ടാ, എന്ത് പറ്റി? ശങ്കരേട്ടൻ അനാഥനും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാം തുറന്നു പറയണം. മനസ്സിന്റെ വിങ്ങളൊക്കെ മാറി കിട്ടുമല്ലോ. അവളുടെ കാലശേഷം കുത്തുക്കൾ പോയി രണ്ട് മക്കൾക്ക് എഴുതി കൊടുത്തു. അവരവിടെ താമസിക്കാൻ വേണ്ടി കരുതി. കുറച്ച് നാളായപ്പോൾ അവർ ഞാൻ അധികപ്പറ്റായി ഒരു വീട് വഴി ഇറങ്ങേണ്ടി വന്നു. എന്താ ശങ്കരേട്ട, കുട്ടികളെ പോലെ മക്കൾക്ക് എഴുതി കൊടുത്തതെല്ലാം തിരിച്ചു മേടിക്കാൻ ഇവിടെ വകുപ്പുണ്ട്. അതെനിക്കറിയാം. അങ്ങനെ ചെയ്താൽ അവളെന്നെ കൊല്ലും. മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷേ അച്ഛനെ കൊന്ന പാപവും ശിക്ഷയും അവൾ അനുഭവിക്കുന്നതാണ് കഴിയില്ല. പക്ഷേ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പാഠമായിരിക്കട്ടെ. എന്റെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ഈ വലിയ മനുഷ്യനാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്നെ പോലെ പലരെയും
അതുകൊണ്ട് ചങ്ങനേട്ടൻ വരും. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അത് അച്ഛനെ വലിയ മനസ്സ്. മനസ്സിലായില്ലേ? എനിക്ക് ബോംബെയിൽ ജോലി ശരിയായില്ല. അച്ഛനെ ഇവിടെ ജോലിക്ക് വേണ്ടി നീ നന്നാവാൻ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. നീ പോയിട്ട് വരുമ്പോ ഈ അച്ഛനെ മറക്കല്ലേ? ഞാൻ അവിടെ പോയി അച്ഛനെ കടയിൽ ഉയർന്നെത്തി വെച്ചാൽ അച്ഛൻ അനുകരിക്കണം. എന്റെ മറിയാൻ ഒരു കാരണം കൈക്ക് പോകല്ലേ? അച്ഛൻ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ നിന്നപ്പോ ഒരുപാട് എടുത്തിട്ടുള്ളതല്ലേ? അത് ഞാൻ കാണുന്നുണ്ട് മോനെ. എനിക്ക് അന്താർത്ഥം എന്താ മോനെ? ആ ഗംഗ വരുമ്പോ പഴംപൊരി കൊടുക്കരുത്. നമുക്ക് പഴംപൊരി പറ്റൂല. പിന്നെ എല്ലാ മാസവും അരിയും പഞ്ചസാരയും വീട്ടിൽ എത്തിക്കണം. ഞാൻ എത്തിക്കരുത്. നീ പോയി വാ. അച്ഛൻ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത്? ശരി അച്ഛാ, പോയിട്ട് വാ. എന്റെ സർവ്വ സമ്പാദ്യം ഞാൻ എത്തിച്ചു പോകുന്നു. നല്ല രീതിയിൽ നോക്കിക്കോണം. ഒത്തിരി ചെലവ് കൂടുതലാണ്. പോയിട്ട് വാ. ശരി അച്ഛാ. അച്ചായന്റെ കട. അതെ, അച്ഛന്റെ കട തന്നെ. അച്ചായൻ അത് ഞാൻ തന്നെ. അച്ചായൻ ഒരു ശ്രീധർമാഷൻ അറിയോ? അറിയാലോ, അദ്ദേഹം ഇപ്പൊ ഒരു പോയല്ലേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ആണോ മോനെ? ഞാൻ വിളിച്ചോ കേട്ടെ. ഹലോ മാഷേ, മാഷിനെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. അത്യാവശ്യം എന്നാ പറഞ്ഞത്. ഓക്കെ മാഷേ, നീ ഇരിക്കാം. അവിടെ മാഷി പോയി മോളിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചായ എടുക്കാം. അല്ല, മോളുടെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ലക്ഷ്മി അച്ചായ. വാർദ്ധക്യം വന്ദിക്കപ്പെടാനുള്ളതാണ്, വിധിക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ട് എന്റെ അങ്കിളിനെ ഞാൻ കൊണ്ടുപോകും. അദ്ദേഹം ഒരു അനാഥനായി ജീവിക്കുന്നത് കാണാൻ എനിക്കറിയാം. വയസ്സാകുമ്പോൾ ഇങ്ങനെ അച്ഛന്മാരെ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിൽ മോളൊരു മാതൃകയാണ്. ഇതാരാണ് മനസ്സിലായോ? ലക്ഷ്മിയോടല്ലേ? ലക്ഷ്മിയോടെ വന്നിരിക്കുന്നത് ചങ്ങരനെ കൊണ്ടുപോകാനാണ്. പണ്ട് അങ്കിളിനെ ഞാനൊരു അടുക്കപ്പച്ചല്ലായിരുന്നല്ലോ. മോള് നല്ല മനസ്സോട് വിളിക്കില്ലേ? ഇവിടെ പോണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ഞാൻ എന്റെ അങ്കിളിനെ കൊണ്ടുവരും. ഈ സന്തോഷം ചായ അത് പിന്നെ ഞാനും അറിയട്ടെ, തുണികൾ വാഷ് ചെയ്യണം. പോയിട്ടോ. പട്ടി അടിച്ചാൽ മുറിവല്ലേ ഉണ്ടാവും. എന്റെ കർത്താവേ, എനിക്കുള്ള കാശ് വെള്ളത്തിലായല്ലോ. അച്ഛാ, എനിക്കറിയാം. എന്തായാലും പപ്പ പോയില്ലേ? പോയി ഒരാളാണ്. പിന്നെ വേണം കേട്ടോ. ഒരാളെ അച്ഛനെ
ഒരു വാക്കുണ്ട് ഞാൻ അപ്പോയി ചെയ്യാം. പട്ടാളത്തിന്റെ ഒരു വാക്കുണ്ട് അവനെ അപ്പോയി ചെയ്യാം. എടുക്കല്ലേ? എടുക്കും. അപ്പോയിന്റ് ചെയ്തിരിക്കും. അവിടെ We